അഞ്ചാമത്തെ ഒരു സംഗതി വിട്ടുവീഴ്ചയും ക്ഷമയുമാണ്. ജീവിതത്തിൽ ഉടനീളം വിജയത്തിന് ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ്. വിട്ടുവീഴ്ച. സത്യത്തിൽ കൂടുതൽ ക്ഷമിക്കാൻ കഴിയേണ്ടത് പുരുഷനല്ലേ? അവനല്ലേ കുടുംബനാഥൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ എല്ലാം ഭാര്യന്റെ തലയിക്കിടലാണോ? കുട്ടി വീണു സപ്പോസ്, ആർക്കാ പഴി? ഭാര്യക്ക്. എന്തേ കുഞ്ഞിനെ നോക്കേണ്ട ബാധ്യത ഇയാൾക്ക് തീരല്ലേ? ഭാര്യ ഇങ്ങനെ കല്യാണത്തിന് വന്നപ്പോ 3-4 കുട്ടികളും കൊണ്ട് വന്നതാണ്. ആലോചിച്ച് നോക്കൂ. നമ്മൾ മറഡോണൊക്കെ അങ്ങനെ കല്യാണം കഴിച്ചത്. പുതിയപ്പോൾ 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയാണോ ഇവർ വന്നത്? ഇവരങ്ങനെയാണോ വന്നത്? അല്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ കർത്തൃപരമായ പങ്കുള്ള കുഞ്ഞ് വീഴുമ്പോ പഴി കേൾക്കേണ്ടത് മുഴുവൻ ആർക്കല്ല, ഭാര്യക്കല്ല. നേരെ മറിച്ച് കുഞ്ഞ് നല്ല രീതിയിലായി, പരീക്ഷയിൽ കുട്ടിക്ക് ടോപ്പ്+ ഒക്കെ കിട്ടി, നല്ല ഉഷാറായിട്ട് വരുന്ന സമയത്ത് എന്താ ഒന്ന് അഭിനന്ദിച്ചാൽ? നിനക്കല്ല സമ്മാനം തരണം, നിന്റെ ഉമ്മക്കാണെന്നൊന്ന് അവര് കേൾക്കുക പറഞ്ഞാൽ എന്താ വരിക? കാരണം രാവിലെ കുലിക്ക് വിളിച്ച് ചായ നിർമ്മിച്ചു കൊടുത്ത് ഇരുത്തി പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോ വരെ ആ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടി ഇറങ്ങുമ്പോ വരെ പിന്നെ ആ ഒരു ഉത്തരദാട്ടം ഒന്നും പറഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു വിട്ടവർ അതിനകത്തുണ്ട്. അപ്പൊ അവരുടെ നന്മകളെ അംഗീകരിക്കുക, പറ്റുമെങ്കിൽ അഭിനന്ദിക്കുക, തീരെ നിരാശപ്പെടുത്തുന്ന വർത്താനം നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക.